ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ഉദയനൂരമ്മ എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ തരുമ്പോൾ ചൂടോടെ ആഹാരം കഴിക്കുന്ന കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കണോ വിശാൽ സാറേ എന്ന് പാറു ചോദിക്കുകയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്, നീ നിന്റെ സൗഭാഗ്യങ്ങളെപ്പറ്റി വിവരിക്കാതെ ഇവിടെ വന്നിരിക്കും. ഇത് കേൾക്കുന്ന പാറു കട്ടിലിന്റെ ഒരറ്റത്തിരിക്കുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, നീ എന്താ പാലം പണിയാൻ പോവുകയാണോ? ഇങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കും. ഇത് കേൾക്കുന്ന പാറു അല്പം കൂടി നീങ്ങിയിരിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ഇങ്ങ് വരാൻ നോക്കെന്ന് പറഞ്ഞ് പാറുവിന്റെ കൈ പിടിച്ച് വിശാല് തന്റെ അടുത്തേക്ക് വലിക്കുകയാണ്. പാറു നാണത്തോടെ വിശാലിനെ നോക്കി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറുകയാണ്. തുടർന്ന് പാറു വിശാലിന് ആഹാരം എടുത്തു കൊടുക്കുമ്പോൾ വിശാൽ പറയുകയാണ്, നീയും ഇരിക്കും. അതിനുശേഷം വിശാല് പാറുവിന്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിയിട്ട് പാറുവിന് വാരി കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് പാറു പറയുകയാണ്, സാർ എനിക്ക് നാണം വരുന്നു, സാർ ഇങ്ങനെയൊന്നും ചെയ്യാതെ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നാണമെന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല, അപ്പോഴാ നിനക്ക് നാണം വരുന്നെന്ന്. അത്രയും പറഞ്ഞിട്ട് വിശാല് പാറുവിന് വാരി കൊടുക്കുകയാണ്. പാറുവും വിശാലിന് വാരി കൊടുക്കുന്നു. തുടർന്ന് വിശാല് പറയുകയാണ്, ആ ജിതിന് നിന്നോട് എന്താ ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല. ഇത്രയും നാളും നീ ഓരോന്ന് പറയുമ്പോ അത് നിന്റെ മണ്ടത്തരമായിട്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി, നിനക്ക് എന്തോ അമാനുഷികമായ കഴിവ് തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് ഓരോ പ്രാവശ്യവും അപകടം വന്നപ്പോഴും നീ എന്നെ രക്ഷിച്ചത്. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കൊരു കുഴപ്പവും വരില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വിശാൽ പറയുന്നു. ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, ജാസ്മിൻ ഇവിടെ ഉള്ളിടത്തോളം കാലം വിശാൽ സാറിന് ആപത്ത് തന്നെയാണ്. അത്രയും പറഞ്ഞ് അവർ ആഹാരം കഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി ജിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രതാപം വരുന്നു. നീ എവിടെയായിരുന്നു? ആ സംഭവത്തിന് ശേഷം നിന്നെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപം പറയുകയാണ്, ഞാനേ ആ ജിതിനെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ട് എന്തായി, കണ്ടോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പ്രതാപം പറയുകയാണ്, അവന്റെ വക്കീൽ വിചാരിച്ചാൽ പോലും അവനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊലപാതക കുറ്റമല്ലേ, അതുകൊണ്ട് തന്നെ അവനെ ഇനി ചോദ്യം ചെയ്യലും ജയിലും കോടതിയുമൊക്കെ ആയിട്ട് നടപ്പ് തന്നെ ആയിരിക്കും. ആദ്യം ആ സി എ അരവിന്ദൻ ഇങ്ങോട്ടേക്ക് വരുന്ന കണ്ടപ്പോ ഞാൻ കരുതിയത് ആ ഹോംലെസിനെ കൊണ്ട് അളിയനെ കൊല്ലാൻ ശ്രമിച്ചതിന് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വരികയാണെന്നാ. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പറയുകയാണ്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു. അതല്ലെന്നറിഞ്ഞപ്പോഴാ എനിക്കും സമാധാനമായത്. നീ ചാടിക്കേറി ഇഞ്ചക്ഷന്റെ വിഷയം എടുത്തിടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് അതുണ്ടായില്ല. അങ്ങനെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലേ ജിതിന്റെ കൂട്ടത്തില് നീയും ഇപ്പൊ അകത്തായേനെ. ജില്ലാ ജയിലില് അവിടെ നല്ല സുഖമാണെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്. എന്താണെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതിയെന്ന് പ്രഭാവതി പറയുന്നു. എന്താണെങ്കിലും അവൻ പോലീസ് പിടിയിലായതുകൊണ്ട് നമ്മുടെ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടിയെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇല്ല പ്രതാപ, നമുക്ക് ഒരു ടെൻഷൻ മിച്ചമാണ്. ആ മാജിക് ബോക്സ് അതിപ്പോൾ ഉള്ളത് രാധികയുടെ കയ്യിലാണ്. അതിന്റെ അകത്ത് എന്താണെന്നറിയാതെ എനിക്കൊരു സമാധാനവുമില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ പ്രതാപം പറയുകയാണ്, അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതില്ലേ, ചേച്ചിക്ക് അത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് സംഘടിപ്പിച്ചു തരാമെന്ന്. ഒരു മാജിക് ബോക്സ്, ഒന്നിനും കൊള്ളാത്തൊരു സാധനം. അതാ പാർവതി പൊടി തട്ടിയെടുത്തു, അത്രമാത്രം. ഗായത്രി ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് വിശാലിന് കൊടുത്തൊരു കളിപ്പാട്ടം, അല്ലാതെ അതിന്റെ അപ്പുറം അതൊന്നുമില്ല ചേച്ചി. അത് വെറും ഒരു കളിപ്പാട്ടമാണെന്ന് നീ എന്ത് വിശ്വാസത്തിലാ പ്രതാപ പറയുന്നത്? ഇത് കേൾക്കുന്ന പ്രതാപൻ ചോദിക്കുകയാണ്, അപ്പോൾ ചേച്ചിക്കും പാർവതിയെ പോലെ എന്തെങ്കിലും ശക്തി കിട്ടിയോ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ? നമ്മൾ അറിയാതെ നമ്മൾ പറയാതെ ഒരു തുരുമ്പ് പോലും ഇവിടെ അനങ്ങാൻ പാടില്ല. അങ്ങനെയായിരുന്നു പാർവതി വരും മുമ്പ് വരെ ഞാൻ ഈ വീട് കൊണ്ടുപോയി കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സ് പറയുന്നത് ആ മാജിക് ബോക്സിൽ എന്തോ ഉണ്ടെന്നാണ്. എന്റെ ചേച്ചി, സത്യം പറയാലോ, ചേച്ചിയുടെ ബുദ്ധി കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടും ആഡംബരത്തോടെ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ ഇപ്പൊ ചേച്ചി പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ചേച്ചിയുടെ ഓവർ തിങ്കിങ് മാത്രമാണെന്നാ. അമിത ചിന്ത ആപത്താ ചേച്ചി, അതൊന്നും വേണ്ട. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, നീ പറയുന്നത് പോലെ ആ മാജിക് ബോക്സിൽ ഒന്നുമില്ലെങ്കിലേ ഈ ലോകത്ത് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാകില്ല. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയാണ്. അച്ചമ്മ ഗോപിനാഥിനോട് പറയുകയാണ്, ഗോപി, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ മൗനം ഈ കുടുംബത്തിന് ആപത്താണെന്ന്. അനുഭവം ഗുരു, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളൊക്കെ അപ്പപ്പ തന്നെ ചെയ്യണം. പ്രഭാവതിയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നീ തുള്ളിയതുകൊണ്ടാ ഇപ്പോ എന്തായി? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ജയിലഴിക്കുള്ളിലായില്ലേ. സ്വന്തം ആങ്ങളെ പെങ്ങള് തന്നെ ഒറ്റിക്കൊടുത്തു എന്ന് വേണം കരുതാൻ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന രാധിക പറയുകയാണ്, കരുതുകയല്ല, അത് തന്നെയാണ് സത്യം. എന്താണെങ്കിലും ഒരു കാര്യത്തില് നമുക്ക് ആശ്വസിക്കാം. പാർവതി ഈ വീട്ടിലുള്ളിടത്തോളം കാലം ആർക്കും ജീവഹാനി സംഭവിക്കില്ല. അവളുടെ മനക്കണ്ണിൽ കാണുന്നത് പോലെ എല്ലാം തന്നെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഗോപിയേട്ടന് ഇങ്ങനൊരവസ്ഥ വരുന്നെന്ന് ഉദയനൂരമ്മ അവൾക്ക് കാട്ടിക്കൊടുത്തില്ല? അതിന് കാരണം ഗോപിയേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാണോ, അതോ വിധിപ്രകാരം ഗോപിയേട്ടൻ ഇതൊക്കെ അനുഭവിക്കണമെന്നാണോ എന്നൊന്നും എനിക്കറിയില്ല. തുടർന്ന് രാധിക പറയുകയാണ്, നിറച്ചാർത്തിന് ശേഷം ഞാൻ തിരുമേനിയെ കണ്ടിരുന്നു. തിരുമേനി പറഞ്ഞത് ശുഭകരമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമെന്നാണ്. കൂടാതെ ഗോപിയേട്ടന്റെ ജീവന് ആപത്തുണ്ടെന്നും പരിഹാരം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ദൈവാനുഗ്രഹമുള്ള ഒരു ശരീരം ഇവിടെയുണ്ടെന്നും അതുകൊണ്ട് ഒരു പരിധിവരെ അപകടങ്ങളൊക്കെ ഒഴിവാകുമെന്നുമാണ്.
പക്ഷേ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാട് നടത്തണമെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, ഈ വയസ്സാങ്കാലത്ത് എനിക്കിനി വയ്യ മോളെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കാനായിട്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ മോള് വേണം നോക്കാൻ. പാവം ആ പാർവതിയെ ഓടിക്കാനാ എന്നിട്ടും ഇവിടെ എല്ലാവരും നോക്കുന്നതെന്ന് അച്ചമ്മ പറയുമ്പോൾ രാധിക പറയുകയാണ്, എന്നിട്ട് കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ചൂരൽ വെച്ച് നല്ല ചുട്ടടി തന്നെയല്ലേ കിട്ടിയത്. എന്താണെങ്കിലും വിശാലിനിപ്പോ പലതും മനസ്സിലായി വരുന്നുണ്ട്. വിശാല് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നതെന്നും അച്ചമ്മ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാല് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാകുന്നതാണ്. അതേസമയം ഓഫീസിൽ നിന്നും ആരോ വിളിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് വിശാൽ. അതേസമയം ചായയുമായിട്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. വിശാൽ സാർ ചായ എന്ന് പാറു പറയുമ്പോൾ അകത്തേക്ക് വരാൻ വിശാല് കൈകൊണ്ട് കാണിക്കുന്നു. ചായ തണുത്തു പോകുമെന്ന് വിശാലിനോട് പാറു വീണ്ടും പറയുമ്പോൾ വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, എനിക്കെന്താ 10 തലയും 10 കൈയുമാണ്, ഒരേ നേരം ഞാൻ എന്തൊക്കെ ചെയ്യണം. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, ഒരു കാര്യം ചെയ് സാർ ഈ ചായ കുടിക്ക്, ഞാൻ ബട്ടൺസ് ഇട്ട് തരാം. അത്രയും പറഞ്ഞ് പാറു വിശാലിന് ചായ കൊടുത്തിട്ട് വിശാലിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാണുന്ന വിശാല് ഒരു പുഞ്ചിരിയോടെ പാറുവിനെ നോക്കുന്നു. പാറുവും ഒരു പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.